ഒരുപാട് ദിവസം കൂടി നമ്മുടെ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞ് ഇവിടെ കിടന്ന് ഉണ്ടാക്കി ചിക്കൻ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ കിട്ടാനില്ലായിരുന്നു തോന്നല്ലേ കുഞ്ഞ്? രാവിലെ കട അടച്ചിട്ടേക്കുമായിരുന്നു. ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നോ? മേടിച്ചേ രാവിലെ അടച്ചിട്ടേക്കുമായിരുന്നു. വൈകിട്ട് തുറന്നാണോ അതെനിക്ക്. ഇന്നത്തെ നമുക്കൊരു പെട്ടെന്ന് രാത്രി ഒത്തിരി സമയമായതുകൊണ്ടും കുഞ്ഞിക്ക് ചിക്കൻ കൂട്ടണമെന്ന് പറഞ്ഞതുകൊണ്ടും മാത്രം ഞാനിന്ന് വെക്കുന്നത് കേട്ടോ ഇത്. അപ്പം നമുക്കിന്ന് പച്ച കളറിലെ ചിക്കൻ വെച്ച് നോക്കാം. നമുക്ക് ഹരിയാലി ചിക്കൻ ഇഞ്ചി. അയ്യോ, ഇത്രയും പച്ചമുളകിട്ട് എരിവോടി പോടാ ഇരിക്കട്ടല്ലേ. ഇരുന്നോട്ടെ. വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, 15 കുരുമുളക് എണ്ണ എടുക്കണമെന്ന് പറഞ്ഞു. ഇതൊന്ന് കറക്കി ഉപ്പും കൂടി ഇടാവേ. ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് കറക്കിയിട്ട് നമുക്ക് ഇല ഇടാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുരുമുളകും കൂടി ഇട്ടോടാ. എരിവ് കൂടി പോകുന്ന എനിക്ക് പേടിയുണ്ട്. പച്ചമുളകിന് എരിവുള്ളതാണ്. ഈടടാ. ഇത് എരിവ് കൂടുതലുള്ള കുരുമുളക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 15 എണ്ണം 12. അയ്യോ, 15 വരെ എണ്ണാനാണോ അത് ഈ അരമണിക്കൂർ എടുത്തേ? ലാവോന്റെ അടുപ്പെടുത്തവന് നമ്മളതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ടെടുക്കാം. ഇതിനൊക്കെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചെറുതാക്കണമായിരുന്നു കുറച്ചുകൂടി. പച്ചക്കറിയാ. ചിക്കൻ വാങ്ങിച്ചാലും നമ്മൾ പച്ചക്കറി വെക്കും. അതൊക്കെ ഉള്ളായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് എനിക്ക്. ആയിക്കോട്ടെ, നമുക്കതോടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളെ കുക്കറിനകത്ത് വയ്ക്കുന്നതേ താമസിച്ചു പോയത് കൊണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ കറി വെക്കുന്നത് ഓയിലിനകത്താണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങനെ ചിലപ്പോഴേ വെക്കാറുള്ളൂ. നമ്മുടെ ഓയിൽ ചൂടായി നമുക്കൊരു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറട്ടെ, എടുക്കാം. ഗ്രില്ല് ചെയ്യുമ്പോൾ മസാലയുടെ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ മസാലയല്ലേ ഇതിൻ്റെ കൂടെ മറ്റേ പുളിയില്ലാത്ത ഇച്ചിരി തൈരും കൂടി ചേർക്കും. നമുക്കിതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പോപ്പി പച്ചക്കറി പോപ്പി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട്. എന്നിട്ട് പോപ്പി ഏതാ മഞ്ഞൾപ്പൊടി ഏതാടാ? ഇതിൻ്റെ അകത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അറിയത്തില്ല. ഇതൊന്നും അല്ലല്ലോ പാചകവും. ഞാൻ കാപ്പിപ്പൊടി മാത്രമേ ഇവിടെ എടുക്കാറുള്ളൂ. 4ാമത്തെ ടിന്ന്. ഇവിടുന്ന് ഇങ്ങോട്ടോ? അവിടുന്ന് നീ നിൽക്കുന്ന സൈഡ് ഏതാ? കുറച്ചിടാവുള്ളേ, വളരെ കുറച്ച്. മതി. ഇത്ര തന്നെ വേണോടാ. കളർ മാറിപ്പോ കറിയുടെ. പച്ചമഞ്ഞയാവൂ. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചാറില്ല ഇത്, നല്ല തിക്കായിട്ട് ചാറില്ലാതെ അങ്ങനെ വെച്ചാൽ പോരെ. നമുക്കിതൊന്ന് ഇളക്കി. ചപ്പാത്തി വേണോ? പുട്ടുണ്ട്. പുട്ടും ചിക്കനും നല്ലതല്ലേ. നമ്മളെ ആ ജാറ് കഴുകിയ ഒരു ശകലം വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടേ. അപ്പം ഇത് അടച്ച് വെക്കാം. നമുക്ക് ബിസിൽ വരുത്തണ്ടല്ലേ. ഇങ്ങനെ അടച്ച് ഇളക്കി വേവിച്ചെടുത്താൽ പോരെ. എന്നാ ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇത് പെറുക്കാനാണോ പറഞ്ഞേ? ഇത് പെറുക്കി നമുക്ക് ഓരോ പാത്രത്തിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര സൈസ് പയറാ? ഇതിപ്പോ ഇതിനകത്ത് തന്നെ എങ്ങനെയാ പെറുക്കി വെക്കുന്നത്? ഒരു പാത്രം കൊടുത്ത് എടുക്ക. മൊറോ വേറെ പാത്രം തരാം, അടപ്പുള്ള പാത്രം തരാം. ഇത് എവിടെയാട്ടോ പെറുക്കി വെക്കുന്നേ?
അല്ലെങ്കിൽ വേണേലും വെച്ച്. കടിച്ചോ മേലെ ഇത് ആർക്കാ ആകാതെ എല്ലാവരും പെറുക്കി പെറുക്കി ഇങ്ങോട്ട് എടുത്താൽ മതി അങ്ങ് കടിക്കത്തില്ല. ഇതിനകത്തോട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ പച്ചമുളക് പെറുക്കി വെക്കാം. പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞു വെക്കാം. നെറ്റ് കളയണോ? ആ അന്നേരം അഴുക്കായി പോവല്ലേടി. ഇല്ല, ഞെട്ട് കളഞ്ഞില്ലെങ്കിൽ എഴുക്കായി പോകും. ആ പിന്നെ നമ്മളെല്ലാരും പറഞ്ഞ അംഗീകരിക്കുന്നു. പിന്നെ ഞെട്ട് കളഞ്ഞു വെച്ചാ മുളക് എല്ലാരും വെക്കുന്നതെന്ന് പറഞ്ഞ ഞെട്ടെടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അത് തരാം. ഞെട്ട് കളഞ്ഞ് വെച്ചാലേ ഉം. നമുക്ക് എടുക്കുമ്പോൾ എളുപ്പമില്ലേ. അത് തരാന്നേ. അതൊക്കെ വേണേ അംഗീകരിക്കും. പക്ഷെ ഞെട്ട് പറിച്ചു വെച്ചാൽ കേടാകുന്നു സമ്മതിക്കുക. ആ ഞെട്ട് ചിലപ്പം പറിച്ചു വെച്ചാൽ ചിലപ്പോ കേടായി പോവും. രണ്ട് കൈക്കും ആഞ്ഞ് വലിക്കുവാ ഇത് ഞെട്ടെടുത്താൻ. അതെ ഈ വിരലിനൊരു വേദന ഈ വിരലിന് അതാ. ആ. എന്നതാ എടീ ഇത് കണ്ടോടീന്നും പിന്നെ ഇത് കണ്ടോന്ന് വലിയ തോക്കാണ്. ആ അത് വെറുതെ അല്ല, അമ്മച്ചി വെറുക്കോണ്ട ഇത്രയും വലുതായത് മുളക്. തീർന്നോ? ഞാൻ വലുതാ. എന്നാ പയറാ അമ്മച്ചി? ഏതാ ഇതോ? ആ ഇതാണ്. പിന്നെ കൊമ്പൻ പയറാണ്. കൊമ്പൻ പയർ. ഇത് ബീൻസ്. ഇത് പരന്ന ബീൻസ്, ഇത് ഉരുണ്ട ബീൻസ്. ആ ഓരോ ബീൻസിനും ഓരോ പേരാ. ഇത് അമരപ്പയറ്. എന്നാ ഇതെല്ലാം അമ്മച്ചിക്ക് ഓരോ ദിവസം കറി വെച്ച് തരാനുള്ളതാ. ഓരോ സൈസ്. ആ എനിക്ക് കറി വെച്ച് കൂട്ടണം. ഞാൻ പിന്നെ പച്ചക്ക് തിന്നു. നടുകയല്ലേ ഈ മൂലയ്ക്കും ഇങ്ങനെ ഈ മൂലയ്ക്കും രണ്ട് മൂലയ്ക്കും ഓരോ പിന്നെ കാന്താരിയോ ചീനിയോ എന്നതേലും വെക്കും. പയറോ. അത് കാന്താരി കൊമ്പൻമുളകാ ചീനി വെക്കുന്നത്. കാന്താരി 4 മൂലയല്ലേ കളത്തിന് ഈ കണ്ടം വെട്ടുന്നതിന്. എന്നിട്ട് അതിൻ്റെ 2 മൂലയ്ക്ക് കൊണ്ടുപോയി ചീനിത്തൈ നടും. 2 മൂലയ്ക്ക് കൊണ്ടുപോയി കുറ്റിപ്പയറിടും. അത് കായ്ച്ചങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങനെ പയറ് ചെരിഞ്ഞ് കിടക്കും. പിന്നെ എന്നും പയറ് കറിയാ. എന്നും ഈ പയർ വെക്കും, കറിയും വെക്കും, പുഴുങ്ങിയും തിന്നും, പിന്നെ ഉണങ്ങിയും വെക്കും. പഴുത്തത് മുഴുവൻ പറിച്ച് 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 വല്ലം കൊണ്ട് പോയാ ഞങ്ങളെയും കൊണ്ട് പറിപ്പിക്കുന്നത്. പിള്ളേരെയും കൂട്ടിക്കിടന്ന് പോകും. എന്നിട്ട് പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കിടന്ന് വലക്കും. വീട്ടിൽ കൊണ്ടുവന്നാലോ ഇത് തന്നെ കറി. പൊളിക്കുക, ഉപ്പി പറ്റിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇങ്ങോട്ട് തരിക. തിന്നോന്നും പറയും. അതായാലും അങ്ങനെയാലും ഉണ്ടല്ലോ അന്നേരം. അതെ, ഇപ്പൊ എല്ലാം കാശ് കൊടുത്ത് മേടിക്കണ്ടേ. ഇപ്പൊ എല്ലാം വേണമെങ്കിൽ പഴുത്തത് മുഴുവൻ വെയിലത്തിട്ട് ഉണങ്ങി പൊട്ടിച്ച് വെക്കും വെച്ചേ ഈ വടപയർ പോലെ. എന്നിട്ട് അതാ പിന്നെ വാഴക്കായും പയറും കൂടെയും പയറ് തന്നെ തോരനും. ഇത് വരവാ ചെറിയ പയറായതുകൊണ്ടേ കണ്ടുപിടിച്ചില്ലത്. ചീര നാളെ നമുക്ക് തോരൻ വെക്കാം. ചീര വെള്ളത്തിൽ മുക്കി വെക്കാം. ചീരയോ? ചീര ഇത് അത് അങ്ങനെ തന്നെ അങ്ങ് നിർത്തിയാൽ മതി. ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കാം. കറ്റിലോ അല്ലെ കുറ്റിപ്പാത്രം അതിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട്. അത് ഇനി ഇപ്പൊ ഇന്നത്തേനൊന്നും പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ ഉള്ളൂ. വെള്ളത്തിലോട്ട് മുക്കി തലയും കുത്തി വെച്ചാലോ അതിന്റെ അലയും കുത്തി നിന്നോ പറിച്ചു വെച്ച വെള്ളത്തിലോട്ട് വെച്ചു തല വെള്ളത്തിൽ നിന്ന് തലയും കുത്തി നിൽക്കാനല്ലേ. വെള്ളത്തിലോട്ട് വെച്ചു തലയെ കുത്തി നിന്നോ. അയ്യോ, കാണിക്കുന്ന അതിലപ്പുറം പറയുന്ന അതിലപ്പുറം. ഇനി എന്നതാ? അയ്യോ തോന്നി. ഈ നാക്കല്ലായിരുന്നെങ്കിൽ ഇതിനെ പണ്ടേ നരി കൊണ്ടുപോയിക്കൊണ്ടേനായിരുന്നു. ആ അതങ്ങനെ നരി ആ കാട്ടിലാ കിടന്നെങ്കിൽ ഒരു നരിയും കൊണ്ടുപോകും. വേണം പണ്ട് കാട്ടിൽ കിടന്നേടി മാടത്താല വൈകിട്ട് കയറി കിടക്കുന്നത്. പകല് താഴെയായിരുന്നു. അന്ന് പേടിച്ചിട്ട് ആനയെ പേടിച്ചിട്ടല്ലേ ഏറുമാടത്തെ വീട് വെക്കും അല്ലേ. എന്നിട്ട് അതേ കയറി കിടക്കും രാത്രി. പകലിറങ്ങി പകല് പറമ്പിൽ പണിയും. പറമ്പിലോ കഞ്ഞിയിലോ കഞ്ഞി വെക്കോ കറി വെക്കുവോ. അതെന്നതാടി? എന്നാ എൻ്റെ അമ്മേ. അയ്യോ, ഉയ്യോടാ ഇത്രയും വലിയ മുളക് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അത് മുളകാ. ഉണ്ടോ? പഴുക്കാൻ തുടങ്ങി.
ആ ഇതിൻ്റെ അരി കൊള്ളാമായിരിക്കും, ഇതിൻ്റെ ഇവിടെ. അരിയെടുത്ത് തന്നെ എടുക്കാനാ? അതെ. ഇവിടെ അവിടെ കൊണ്ട് പാകിയാലും കിളിപ്പിച്ചാലും എവിടെയാ കൊണ്ട് കുഴിച്ച് വെക്കണേ? അത് ഓരോന്ന് കയ്യിലോട്ട് വെക്കും. എടുത്ത് കയ്യിലോടൊന്നും തരണ്ടത്, അപ്പം ഞാൻ പറഞ്ഞാൽ പോരെ. ഞാൻ ഇങ്ങോട്ട് എടുക്കുകയല്ലേ. അത്ര കുഞ്ഞും പൊട്ടിയൊന്നും അല്ല. അല്ലേലും കുഞ്ഞുനല്ലെന്നറിയാം. കിടപ്പുണ്ട് അവിടെ ഒരു കുഞ്ഞു, നല്ല പൊട്ടിയല്ല. അവിടെ ഒരു കുഞ്ഞും ഇല്ല. ഇതാ ഞാൻ പറഞ്ഞേ, ഈ നാട്ടിന് കാര്യം കൊടുക്കണമെന്ന്. ആ കാജ് കൊടുക്കണം, ചുമ്മാതെ കിട്ടുകയല്ല. അതെ, വൈകിട്ട് ഈ നേരത്തിനൊക്കെ മുമ്പ് 4 മണി കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് അതേ കഞ്ഞി കൊണ്ട് മാടത്തിൻ്റെ മണ്ടേക്ക് പോകും. ഇപ്പൊ ചുണയുണ്ട് മരത്തിൽ. എന്നിട്ട് അടുത്തായിട്ട് 2 തട്ടുണ്ടാകും, അടിയിലൊരു തട്ടുണ്ടാകും. അവിടെ ഇറങ്ങി നിൽക്കും. വൈകിട്ട് അതിൻ്റെ മണ്ടേ കയറി കിടക്കും. താഴെ ഇറങ്ങി നിന്നുകൊണ്ട് അതിനെ കാണുമോ, ഓടിക്കോ എറിയുവോ ഒക്കെ ചെയ്യും. പന്തം കത്തിക്കുകയും അന്നൊക്കെ എല്ലാ വീട്ടിലും പന്തമാണ്. പന്തം പിന്നെ കണ്ടിട്ടുണ്ടോ പന്തം? ഇല്ല. ആ അതാണ് ഈറ്റ ഉണ്ടല്ലോ, ഈറ്റ മുട്ട് കൂട്ടി കെട്ടിയെടുക്കും. എന്നിട്ട് മണ്ടവശം മട്ടൻ കണ്ടിക്കും. എന്നിട്ട് അതിനകത്ത് നല്ല തുണി ഇങ്ങനെ പട്ടി തീർത്ത് നിറച്ച് മണ്ണെണ്ണ ഒഴിക്കുക. ആ പന്തത്തിനകത്ത് ഈറ്റയുടെ ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ തുണി ഇങ്ങനെ അതിനകത്ത് ഇറക്കി വെക്കും. എന്നിട്ട് കുറച്ച് മേളിലോട്ട് നോക്കും. എന്നിട്ട് ആനയൊക്കെ വരുന്ന നേരത്തെ ഇതാലാ തീരത്ത്. നമ്മുടെ ചിക്കൻ കറി എന്തായാലും നോക്കാം. വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. ഇളക്കി വെച്ചോണ്ടായിരുന്നു. നന്നായിട്ട് വെന്തു. നല്ല വെറൈറ്റി ചിക്കൻ കറി. ഞാൻ നോക്കിയപ്പോ എരിവുണ്ടടാ, കുരുമുളകിന്റെ കുരുമുളകിന്റെ ആ ഒരു, പക്ഷെ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന്റെ ടേസ്റ്റ്. ആ മസാലയല്ലേ, നല്ല കുറുകിയ ചാറൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞി? ചിക്കൻ കറിയൊക്കെ വെച്ചൊക്കെ സൂപ്പറായിരുന്നു. ആണോ? ഒന്ന് കഴിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ടോ? പുട്ടും ചിക്കൻ കറിയാണോ നല്ലത്? ആണോ? ആണോ? സൂപ്പറല്ലേ? നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് പറയാമേ. പച്ചക്കറി അല്ലേ ചിക്കൻ കറി? ഓ പച്ച കളർ, പച്ച ചിക്കൻ കറി. ഇതിനാ തന്നെ സ്പെഷ്യൽ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുരുമുളകല്ല, കുരുമുളകും പിന്നെ ഈ ചിക്കൻ കറിക്ക് ഞാൻ ഇത്രയും നാള് കഴിച്ച ചിക്കൻ കറിയേക്കാളുമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെന്നാന്നറിയോ, രണ്ടു മാസം കണ്ടായില്ലേ ചിക്കൻ വാങ്ങിച്ചിട്ട്, അതുകൊണ്ടൊന്നുമല്ല, ഇതിന് വേറെന്തോ സംഭവം നിങ്ങൾ ചേർത്തിട്ടുണ്ട്. അതൊന്നുമല്ല, പക്ഷെ നമ്മൾ എന്തെല്ലാം ചിക്കൻ കറി കൂട്ടിയിരുന്നു, പക്ഷെ അതിനകത്ത് എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്. മടയിലായിരുന്നപ്പോ ഗ്രില്ല് ചെയ്യുന്നതിന്റെ അല്ല, ഇവന്റെ കൂട്ടുകാർ വെളിയിൽ നിന്ന് വന്നപ്പോ നമുക്ക് അവിടെ ഉണ്ടാക്കിയില്ലേ താഴെ, നല്ല ആ ഒരു ടേസ്റ്റ് കയറി വരുന്നുണ്ട്. ശരിയാ, ആ മണം വന്നത് കൊണ്ട് പറഞ്ഞതാ. അന്നത്തെ അവരാ പുതിനയിലേ മല്ലിയിലേ നമ്മുടെ അരച്ച് ചേർത്ത്. എങ്ങനെയാണ് സംഭവം? സൂപ്പറാണ്, നല്ല അടിപൊളി ടേസ്റ്റ്. ചപ്പാത്തി പൊറോട്ട ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? എന്നാലും കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞു പുട്ട് മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് ചോറ് കൂട്ടി, അത് കഴിഞ്ഞ് പിന്നെ പുട്ട് കൂട്ടി. അല്ല, കുറച്ച് ദിവസം ആയാലോ ചിക്കൻ വാങ്ങിച്ചിട്ടില്ലേ? പിന്നെ ഓരോരോ തിരക്കുകളല്ലേ. എന്നാ വാ കഴിച്ചേക്കാം. ഉണ്ട്, എല്ലാവരോടും ഇരുന്നോ, പെട്ടെന്ന് കഴിച്ചേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.